നമസ്തേ കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? മയിൽപീലിപ്പാത. ഭഗവാൻ ശ്രീരാമൻ്റെ വനവാസക്കാലം. ഒരിക്കൽ സീതാദേവി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, കുറച്ചു വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ലക്ഷ്മണൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. വെളിച്ചം അപൂർവമായി ലഭിക്കുന്ന വനത്തിൽ വെള്ളം കണ്ടെത്തുന്നത് വളരെ പ്രയാസമായിരുന്നു. ദുഃഖിതനായ ശ്രീരാമചന്ദ്രൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, വനദേവതമാരെ, എന്നെ ഈ വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് നയിച്ചാലും. അടുത്ത നിമിഷം ഒരു മയിൽ പറന്ന് ഭഗവാന്റെ അടുത്തെത്തി പറഞ്ഞു, ഹോ പ്രഭു, അടുത്തായി ഒരു ചെറിയ പൊയ്കയുണ്ട്. അങ്ങയെ പൊയ്കയിലേക്ക് വഴികാട്ടാൻ എനിക്ക് അവസരം തരൂ. അങ്ങ് ഒറ്റയ്ക്ക് പോകുന്നുവെങ്കിൽ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. സന്തോഷത്തോടെ ശ്രീരാമൻ അവനോട് ചോദിച്ചു, നീ എങ്ങനെ എനിക്ക് വഴി കാണിക്കും? മയിൽ മറുപടി നൽകി, ഞാൻ പറന്നു പോകും. അങ്ങ് എൻ്റെ പിന്നാലെ നടന്ന് വരിക. ഞാൻ എൻ്റെ ചിറകുകളിലെ പീലികൾ വഴിയിൽ പൊഴിച്ചിടാം. അവയെ പിന്തുടർന്ന് അങ്ങേക്ക് പൊയ്കയിലേക്ക് എത്താം. ശ്രീരാമൻ അങ്ങനെ പൊയ്കയിലെത്തിയപ്പോൾ തൻ്റെ ചിറകുകൾ മുഴുവൻ പറിച്ചെറിഞ്ഞ വേദനയിൽ മയിൽ അവസാന ശ്വാസം എടുക്കുകയായിരുന്നു. തൻ്റെ പ്രഭുവിൻ്റെ ദാഹമകറ്റാൻ കാരണക്കാരനായതിന് താൻ ഭാഗ്യവാനാണ് ചിന്തിച്ച് മയിൽ കണ്ണുകളടച്ചു. മയിലിൻ്റെ ഈ ആത്മത്യാഗം കണ്ട് ഭഗവാന്റെ മനസ്സ് ആർദ്രമായി. അദ്ദേഹം മയിലിനെ അനുഗ്രഹിച്ചു പറഞ്ഞു, ഹേ മയൂരമേ, നീ എനിക്കു വേണ്ടി നിന്റെ ജീവൻ ബലിയർപ്പിച്ചു. ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. കൃഷ്ണാവതാര സമയത്ത് നിന്റെ തൂവൽ ശിരസിൽ ചൂടിക്കൊണ്ട് ഞാൻ തീർച്ചയായും നിന്റെ ഈ കടം വീട്ടും. നമസ്തേ.